പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ദിവസം രാത്രി വേദ ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. പുതച്ച മൂടി കിണക്കുന്നുണ്ട്. നന്നായി തണുക്കുന്നു. വേദ പെട്ടെന്നാണ് തനിക്ക് നല്ല ടെമ്പറേച്ചർ ഉണ്ടെന്നുള്ള വിവരം അറിയുന്നത്. എഴുന്നേറ്റിരിക്കുന്നുണ്ട്. ടാബ്ലറ്റ് ഉണ്ട്. അത് കഴിക്കാനായി നോക്കുന്ന സമയത്ത് ജഗ്ഗിൽ വെള്ളമില്ല. അതെടുക്കാൻ കിച്ചണിലേക്ക് പോകുന്നുണ്ട്. കിച്ചണിൽ എത്തുന്ന സമയത്ത് അവിടെ അതാ ശക്തി നിൽക്കുന്നു. വേദ ശക്തിയോട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ശക്തി, നീ എന്താ ഈ നേരത്തെ ഇവിടെ? ഇത് കേട്ട് ശക്തി പറയുന്നുണ്ട്, അത് എനിക്ക് ഉറക്കം വരുന്നില്ല വേദ. ഇപ്പോൾ വെള്ളം കുടിക്കാനായി ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടി വന്നതാ. നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, എനിക്ക് എന്തോ പോലെ ടെമ്പറേച്ചർ ഉണ്ട്. അത് ടാബ്ലറ്റ് കഴിക്കാൻ വേണ്ടി വെള്ളം എടുക്കാൻ വേണ്ടി വന്നതാ എന്ന് പറയുന്നു. ഇത് കേട്ട് ശക്തി പറയുന്നുണ്ട്, ഈ ടാബ്ലറ്റ് കഴിക്കാനോ? അത് വേണ്ട. ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവാം. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, നീ എന്താ ശക്തി പറയുന്നത്? ഈ നേരത്ത് ഹോസ്പിറ്റലിൽ പോവാനോ? വേണ്ട, രാവിലെ നേരം വെളുക്കട്ടെ എന്നിട്ട് പോവാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ശക്തി സമ്മതിക്കുന്നില്ല. വേദ, അതൊന്നും പറ്റത്തില്ല. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. നീ ചെന്ന് വേഗം റെഡി ആയിട്ട് വാ, നമുക്ക് ഇപ്പോൾ തന്നെ പോവാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, നിൽക്ക്, ഞാൻ അമ്മയെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയുന്ന സമയത്ത് ശക്തി പറയുന്നുണ്ട്, വേണ്ട, അമ്മയെ ഇപ്പോൾ വിളിക്കേണ്ട. എന്തിനാ വിളിക്കുന്നത്? അവർ ടെൻഷനാവും. നമുക്ക് രണ്ടുപേർക്കും കൂടി ഹോസ്പിറ്റലിൽ പോയി വരാം. നീ ആരെയും അറിയിക്കണ്ട എന്ന് പറയുന്നു. അങ്ങനെ വേദയും ശക്തിയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ഹോസ്പിറ്റലിലെത്തി ഡോക്ടറെ കണ്ട് ഡോക്ടർ മെഡിസിൻ കുറിച്ച് കൊടുക്കുന്നുണ്ട്. അതെല്ലാം മേടിച്ച് രണ്ടുപേരും കാറിനടുത്തേക്ക് നടക്കുന്നുണ്ട്. കാറിൽ കയറി കാർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കാറിന് എന്തോ ഒരു പ്രോബ്ലം, സ്റ്റാർട്ടാവുന്നില്ല. അവർ കാർ അവിടെ വെച്ച് മെഡിസിൻ എല്ലാം എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. വേദേ, നമുക്കൊരു ഓട്ടോ വിളിച്ച് ഇവിടുന്ന് അങ്ങ് പോവാം എന്ന് പറയുന്നുണ്ട് ശക്തി. അങ്ങനെ ഓട്ടോ പിടിക്കാനായി രണ്ടുപേരും കൂടി അങ്ങനെ നടക്കുന്നുണ്ട്. സംസാരിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് അതിൽ രണ്ട് ബൈക്കിലായി കുറച്ച് 3-4 പേരിങ്ങനെ വരുന്നുണ്ട്. കുറച്ച് റൗഡികൾ അവർ വേദയും ശക്തിയെയും കണ്ടപാടെ അവിടെ വണ്ടി നിർത്തിക്കൊണ്ട് അവരോട് സംസാരിക്കുന്നുണ്ട്. മുള്ളും മെനയും വെച്ചുള്ള സംസാരം. ഇത് കേട്ട് ശക്തിക്ക് അത്ര പിടിക്കുന്നില്ല. ശക്തി അവരുമായി വഴക്ക് കൂടുന്നുണ്ട്. അങ്ങനെ ശക്തിയും റൗഡികളും തമ്മിൽ അടിപിടിയാകുന്നുണ്ട്. ശക്തി റൗഡികളെ ഇട്ട് അടിച്ച് തുമ്പില്ലാതാക്കുന്നുണ്ട്. എന്നാൽ അവരുടെ കയ്യിൽ നിന്നും അടി കിട്ടിയത് കൊണ്ട് തന്നെ ശക്തിയുടെ നെറ്റിയിലൊരു മുറിവാകുന്നുണ്ട്. അങ്ങനെ വേദയും ശക്തിയും കൂടി ഒരു ഓട്ടോ വിളിച്ചങ്ങ് വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിലെത്തിയതും ശക്തി പറയുന്നുണ്ട്, വേദേ, അവിടെ നടന്നതൊന്നും ആരോടും പറയണ്ട. പിന്നെ രാത്രി നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഇങ്ങനെ ഉണ്ടായ സംഭവങ്ങളൊന്നും നീ അവരോട് പറയരുത്, ആരും അറിയണ്ട കേട്ടോ എന്ന് പറയുന്നുണ്ട്. ഇല്ല ശക്തി, ഞാൻ മാനേജ് ചെയ്തോളാം എന്നും പറയുന്നുണ്ട്. വേദ റൂമിലേക്ക് പോകുന്നുണ്ട്. നേരം വെളുത്തതും നമ്മുടെ ശക്തി കാപ്പി കുടിക്കാനായി താഴേക്ക് ടേബിളിനടുത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ വർഷ ചോദിക്കുന്നുണ്ട്, ശക്തിയുടെ നെറ്റിയിലെ മുറിവ് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ശക്തി, നെറ്റിയിലൊരു മുറിവ്? ഇത് കേട്ട് ശക്തി പറയുന്നുണ്ട്, അത് ചേച്ചി അവിടെ ബാൽക്കണിയിൽ തൂക്കിയിട്ടുള്ള റോസ് ചെടി ഉണ്ടല്ലോ, അതിൻ്റെ മുള്ള് തട്ടിയിട്ട് മുറിവായതാ എന്ന് പറയുന്നു. ഇത് കേട്ട് വർഷ പറയുന്നുണ്ട്, ശക്തി, എന്നാൽ ഞാൻ അതവിടെ നിന്നും എടുത്തു മാറ്റിക്കോളാം. വേണ്ട ചേച്ചി, ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് എൻ്റെ നെറ്റിയിൽ മുറിവായത്. അതിന് ചെടി എന്ത് പഴിച്ചു, അത് അവിടെ ഇരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് ശക്തി പറയുന്നുണ്ട് വേദയുടെ അടുത്ത്, വേദ, നിനക്ക് സമയമുണ്ടെങ്കിൽ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. അതിനെന്താ ശക്തി, ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേദ ശക്തിയുടെ പിറകെ അങ്ങ് ചെല്ലുന്നുണ്ട്. വേദേ, ഞാനിങ്ങനെ മുറിവ് പറ്റിയത് മുള്ളു കൊണ്ടിട്ടാണെന്ന് പറയുന്ന സമയത്ത് നീ എങ്ങാനും സത്യം പറയുമോ എന്നെനിക്ക് ഡൗട്ടുണ്ടായിരുന്നു. എന്തായാലും പറയാതിരുന്നതിനൊരു താങ്ക്സ് എന്ന് പറയുന്നു. എപ്പോൾ വേദ പറയുന്നുണ്ട്, നീ അവരോട് നുണ പറഞ്ഞത് ശരിയായില്ല ശക്തി, അത് ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശക്തി പറയുന്നുണ്ട്, നമ്മൾ നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറഞ്ഞത്, ഇതെല്ലാം അവരറിയുമ്പോൾ ടെൻഷനാവും, അവരെ വിഷമിപ്പിക്കണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. പിന്നെ നമുക്കൊന്ന് പുറത്തു പോയാലോ, നമ്മുടെ മൂഡൊന്ന് മാറാൻ വേണ്ടി നീ വരുന്നോ എന്ന് ചോദിക്കുന്നു. അതിനെന്താ, ഞാനും വരാം എന്ന് പറഞ്ഞുകൊണ്ട് ശക്തിയും വേദയും കൂടെ പുറത്തേക്ക് പോകുന്നുണ്ട്. അതേസമയം വിക്രമും ഫ്രണ്ട്സും ഷോപ്പിലിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കുറച്ച് പേപ്പേഴ്സ് കൈ പിടിച്ചുകൊണ്ട് ശ്രീനിവാസൻ സാറ് വരുന്നുണ്ട്. വന്ന ഉടനെ തന്നെ ഒരു പേന എടുത്തുകൊണ്ട് ശ്രീനിവാസൻ സാറ് വിക്രമിന് നേരെ നീട്ടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, വിക്രം, ഈ പേപ്പറിൽ ഒരു ഒപ്പ് വെക്ക്. ഇത് കേട്ട് വിക്രം ചോദിക്കുന്നുണ്ട്, ഇത് എന്ത് പേപ്പറാണ് സാർ, എന്തിനാണ് ഇതിൽ ഒപ്പ് വയ്ക്കുന്നത്? ഇത് കേട്ട് ശ്രീനിവാസൻ സാറ് പറയുന്നുണ്ട്, ഞാൻ മിനിസ്റ്ററെ കണ്ടിട്ടാണ് വരുന്നത്. നിൻ്റെ പേരിൽ ഒരു പെട്രോൾ പമ്പ് തുടങ്ങാൻ ഞാൻ അങ്ങ് തീരുമാനിച്ചു. ഇത് കേട്ട് നമ്മുടെ
രാജേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്ത് ശ്രീനിവാസൻ സാറ് പറഞ്ഞത്? അപ്പോൾ പെട്രോൾ പമ്പൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വർക്ക്ഷോപ്പ് എന്ത് ചെയ്യും? അതിനെന്താടാ ഈ വർക്ക്ഷോപ്പും പെട്രോൾ പമ്പും? ഇത് മാത്രമല്ല, നമ്മളിനി എന്തൊക്കെ പദ്ധതികളുണ്ടെന്നറിയാമോ? എല്ലാം തുടങ്ങും നമ്മൾ. എന്നിട്ട് നമ്മളതെല്ലാം മാനേജ് ചെയ്യും. പിന്നെ ഇനി വിക്രം അടിപിടി, കൊല, കുത്ത് ഇതിനൊന്നും ഒന്നിനും നമ്മുടെ വിക്രം ഇനി പോവേണ്ടതില്ല. നിങ്ങളും പോണ്ട. എല്ലാം നിങ്ങൾ ഒരുമിച്ച് നിന്ന് ഞാൻ പറയുന്ന പണികൾ മാത്രം ഇനി ചെയ്താൽ മതി. അമ്മാതിരി പണികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എൻ്റെ പിള്ളേർ മറ്റുള്ളവർ നോക്കിക്കോളും. വിക്രം ഒരു വിവാഹം കഴിക്കാൻ പോവുകയാണ്. ഇനി അവൻ്റെ അമ്മയ്ക്ക് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, ഇനി ഇമാതിരി പരിപാടിക്കൊന്നും നമ്മുടെ വിക്രമിനെ വിടത്തില്ലെന്ന്. അതുകൊണ്ട് ഇനി ഈ ഒരു പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ഇനി ഇവൻ ജീവിച്ചാൽ മതി, അതിൽ കിട്ടുന്ന വരുമാനം കൊണ്ടെന്ന് പറയുന്നു ശ്രീനിവാസൻ സാറ്. ഇത് കേട്ട് വളരെ ദേഷ്യത്തോടു കൂടി എനിക്കിതൊന്നും പറ്റത്തില്ലെന്ന ഭാവത്തോടു കൂടി വിക്രം ഇങ്ങനെ ശ്രീനിവാസൻ സാറിൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. ഇത് കണ്ട് ശ്രീനിവാസൻ സാറ് പറയുന്നുണ്ട്, നീ എന്താടാ ഇമാതിരി നോട്ടം എന്നെ നോക്കുന്നത്? ഇതുകൊണ്ടൊന്നും ഞാൻ പേടിക്കുമെന്ന് നീ വിചാരിക്കേണ്ടെന്ന് പറയുന്നു. അങ്ങനെ ശ്രീനിവാസൻ സാറ് പറയുന്നുണ്ട്, നിന്നോട് ഞാനൊരു കാര്യമേ ആവശ്യപ്പെടുന്നുള്ളൂ, ഇതിലൊരു ഒപ്പ് വെക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പേനയെടുത്ത് വിക്രമിന് നീട്ടുന്നുണ്ട്. വിക്രം എനിക്കിതൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. ഞാനിത് നിന്നോട് വേണോ വേണ്ടയോ എന്ന് ചോദിച്ചില്ലല്ലോ, ഇതിലൊരു ഒപ്പ് വെക്കാനല്ലേ പറഞ്ഞത്, നീ അതങ്ങ് അനുസരിച്ചാൽ മതിയെന്ന് ശ്രീനിവാസൻ സാർ പറയുന്നുണ്ട്. അങ്ങനെ നിവൃത്തികേട് കൊണ്ട് നമ്മുടെ വിക്രം അതിൽ ഒപ്പ് വെക്കുന്നുണ്ട്. എന്നിട്ട് ശ്രീനിവാസൻ സാർ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും അവരോട്, ഞാൻ എന്നാൽ ശരി, എനിക്ക് ഒരുപാട് വർക്കുകൾ ചെയ്ത് തീർക്കാനുണ്ട്, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനിവാസൻ സാർ അവിടെ നിന്നും പെട്ടെന്ന് പോകുന്നുണ്ട്. ഇതേ സമയം രാധ അങ്ങോട്ടേക്ക് ഓടിക്കയറി വരുന്നുണ്ട്. എന്നിട്ട് വിക്രമിൻ്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, അതെ, ആ ശക്തി നിൻ്റെ ആരാ എന്ന് ചോദിക്കുന്നു. ശക്തി എൻ്റെ ഫ്രണ്ടാണ്. ഓ, ഫ്രണ്ടാണോ? ഇപ്പോൾ നിൻ്റെ ഫ്രണ്ടാണ് ആ വേദയെ വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് വിക്രം പറയുന്നുണ്ട്, അതെന്തെങ്കിലും ആവട്ടെ, നീ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കാൻ പോകുന്നത്? എനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ എനിക്കെല്ലാം അറിയാം. ഇനി അവരുടെ കാര്യത്തിൽ നീ തലയിടാൻ പോകരുത്. നിൻ്റെ ഫ്രണ്ടാണെന്നുള്ളതൊക്കെ കാര്യം ശരിയാണ്, പക്ഷേ അവനാണ് ആ വേദയെ വിവാഹം കഴിക്കാൻ പോകുന്നത്. അവർ സുഖമായി ജീവിക്കട്ടെ, നമ്മുടെ വിവാഹം കഴിഞ്ഞാൽ നമ്മളും സുഖമായി ജീവിക്കുന്നു. നമ്മുടെ വിവാഹത്തിന് ശേഷം അവരെന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം ഒരിക്കലും നീ അന്വേഷിക്കാൻ പോകരുത്. അതുകൊണ്ട് തന്നെ ഈ ശക്തിയുമായുള്ള ഫ്രണ്ട്ഷിപ്പും നീ ഇതോടെ ഇല്ലാതായേക്കണം. നിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇനി വേണ്ട. ഇത് കേട്ട് വിക്രം ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നീ ഒന്ന് പോടി, നിൻ്റെ കാര്യം നോക്കിപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം അകത്തേക്ക് കയറി പോകുന്നുണ്ട്. എന്നാൽ കൈ ഇങ്ങനെ മടക്കി പിടിച്ചുകൊണ്ട് നമ്മുടെ രാധ പറയുന്നുണ്ട്, നീ അങ്ങ് പോ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, എല്ലാം ഞാൻ ശരിയാക്കി എടുക്കും, നീ അങ്ങ് പോ വിക്രം എന്ന് പറഞ്ഞുകൊണ്ട് രാധ അവനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ ശക്തിയും വേദയും ഒരുപാട് ദൂരെ, വീടിനടുത്തുനിന്ന് ഒരുപാട് ദൂരെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ എത്തുന്നുണ്ട്. അവിടെ എത്തി ഭക്ഷണം കഴിക്കുന്ന ഒരു ഐസ്ക്രീമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട് ശക്തിയോട്, എന്തിനാ ശക്തി നമ്മൾ ഇത്രയും ദൂരം ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുന്നത്? ഇതിന് മാത്രമായിട്ട് ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ശക്തി പറയുന്നുണ്ട്, നമ്മൾ ഒരുപാട് ദിവസമായി വേദേ ഞാൻ ഈ നാട്ടിലെത്തിയിട്ട്, എനിക്കും വേണ്ടേ ഒരു എൻഗേജ്മെൻ്റൊക്കെ. നീ എത്ര ദിവസമായി വീട്ടിലിങ്ങനെ അടഞ്ഞിരിക്കുന്നു? അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഫ്രീ ആയിട്ട് കുറച്ച് നേരം സംസാരിക്കാമല്ലോ എന്നൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് നിന്നെയും കൊണ്ട് വന്നത്. അതിനിപ്പോൾ എന്താ കുഴപ്പം എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ശക്തിയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. ഫോൺ എടുത്തുകൊണ്ട് ഹലോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ വിക്രമായിരിക്കും ഫോണിൽ. വിക്രം റെസ്റ്റോറൻറ്റിന് പുറത്തെത്തിയിട്ടാണ് വിളിക്കുന്നത്. വിക്രം പറയുന്നുണ്ട്, ശക്തി ഞാനിവിടെ എത്തിയിട്ടുണ്ടെന്ന്. ശക്തി പറയുന്നുണ്ട്, വിക്രം നീ അവിടെ വിക്രം എന്ന് പറയുന്നില്ല, നീ അവിടെ നിൽക്കുക, ഞാൻ ഇതാ വരുന്നു എന്ന് പറയുന്നു. എന്നിട്ട് വേദയോട് പറയുന്നുണ്ട്, വേദേ ഒരു 5 മിനിറ്റ് ഞാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ശക്തി വിക്രമിൻ്റെ അടുത്ത് എത്തുന്നുണ്ട്. വിക്രമിനോട് പറയുന്നുണ്ട്, വിക്രം വാ, അകത്തേക്ക് വാ, എൻ്റെ കൂടെ എൻ്റെ മാമൻ്റെ മകളുണ്ടല്ലോ വേദ, നിനക്കന്ന് ഞാൻ പരിചയപ്പെടുത്തി തന്നില്ലേ, അവൾ കൂടിയുണ്ട്. ഞങ്ങൾ പുറത്തേക്കൊന്ന് ഇറങ്ങിയതാ. പിന്നെ നിന്നെ എന്തിനാ വിളിച്ചതെന്ന് അറിയാവോ? നീ എൻ്റെ ഫ്രണ്ട് അല്ലടാ, ഒരു നല്ല ഫ്രണ്ട്. എന്നെക്കുറിച്ച് അവളോട് കുറച്ച് സംസാരിക്കടാ. ഞങ്ങൾക്കിടയിൽ നല്ലൊരു ഫ്രണ്ട്, അവൾക്ക് എന്നെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു നല്ല ഫ്രണ്ട് ഇല്ല എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചതെന്ന് പറയുന്നു. ഇത് കേട്ടതും നമ്മുടെ വിക്രം അവിടുന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി നോക്കുകയാണ്. ശക്തി, എനിക്ക് കുറച്ച് അർജൻറ്റ് പരിപാടികളുണ്ടടാ, ഞാൻ നീ വിളിച്ചപ്പോൾ പെട്ടെന്ന് വന്നേ ഉള്ളൂ, എനിക്ക് പെട്ടെന്ന് പോകണം എന്നും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കാനായി തുടങ്ങുന്നുണ്ട്. പക്ഷേ ശക്തി വിടുന്നില്ല. എടാ പ്ലീസ് എടാ വിക്രം, വാടാ, എനിക്ക് വേണ്ടി ഈ ഒരു ഉപകാരം ഒന്ന് ചെയ്യടാ എന്ന് പറഞ്ഞുകൊണ്ട് ശക്തി വിക്രമിൻ്റെ കൈ പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടക്കുന്നുണ്ട്.
അങ്ങനെ വേദയുടെ അടുത്തെത്തിയതും വേദ വിക്രമിനെ കണ്ട് രണ്ടു പേരും അങ്ങ് പരസ്പരം നോക്കി നിൽക്കുകയാണ്. ശക്തി വേദയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് വീണ്ടും. വേദേ, നീ അന്ന് കണ്ടില്ലേ എൻ്റെ ഫ്രണ്ട് വിക്രം, അവനാണിത്. നിനക്കറിയില്ലേ, നിനക്കും ഞാൻ ഇവളെ പരിചയപ്പെടുത്തി തന്നതല്ലേ, ഇത് വേദ, എൻ്റെ മാമൻ്റെ മോള് എന്നും പറഞ്ഞുകൊണ്ട് ശക്തി രണ്ടുപേരെയും വീണ്ടും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ 2 പേരും 3 പേരും അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശക്തി പറയുന്നുണ്ട്, വിക്രം, നീ എത്ര നന്നായി പഠിച്ചതാടാ, റാങ്ക് ഹോൾഡറും ഒക്കെയായി, എന്നിട്ടും നീ എന്താടാ ഇങ്ങനെ ഒരു നല്ലൊരു ബിസിനസ്സും കാര്യങ്ങളും ഒന്നും അല്ലാതെ ആയിപ്പോയത്? എന്ത് പറ്റിയടാ നിനക്ക്? നീ ഒരു വർക്ക്ഷോപ്പ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു 10, 15, 10, 20 പേർക്കെങ്കിലും അതിൽ ജോലി കൊടുത്തിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അന്ന് ഞാൻ അവിടെ വന്ന് കണ്ടപ്പോൾ ഒരു 4 പേര്, അത്രയും ആൾക്കല്ലേടാ അവിടെ ജോലിയുള്ളൂ. അത് വളരെ ചെറുതായി പോയല്ലോടാ. നീ എത്ര വലിയ ആളാവേണ്ടതായിരുന്നു. എന്തായാലും ഞാൻ നിനക്കൊരു ചാൻസ് തരാം. നീ എൻ്റെ കൂടെ അങ്ങ് UK വാ, എന്നോടൊപ്പം ഒരു ബിസിനസ് പാർട്ട്ണറായിട്ട് നിനക്ക് തുടങ്ങാം. നമുക്ക് അടിച്ചു പൊളിക്കാമെടാ ജീവിതം, നിനക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടാവും എന്നൊക്കെ പറയുന്ന സമയത്ത് വിക്രം വേദയുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഏയ് ഇല്ലടാ, ഈ നാട്ടിൽ എന്നെ വിശ്വസിച്ച് ഒരുപാട് പേരുണ്ട്. അവരെല്ലാം ചതിച്ച് ഞാൻ അങ്ങോട്ടേക്കുമില്ല. എനിക്ക് ഇതാണിഷ്ടം എന്നും പറയുന്നുണ്ട് വിക്രം. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരാൾ വന്ന് ഒരു ഹെൽപ്പ് ചെയ്യുമോ എന്ന് ശക്തിയോട് ചോദിക്കുന്നുണ്ട്. അതിനെന്താ, വരാലോ എന്നും പറഞ്ഞുകൊണ്ട് ശക്തി, വിക്രം, വേദ, നിങ്ങളിവിടെ ഇരിക്കട്ടോ, ഞാൻ ഈ ഒരു 5 മിനിറ്റ് ഇപ്പോൾ വരാമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നുണ്ട്. വിക്രം, എടാ ഞാൻ പോട്ടെ എന്ന് ചോദിക്കുമ്പോൾ, പറ്റത്തില്ല, ഞാൻ ഇപ്പോൾ തന്നെ തിരിച്ചു വരും, നീ ഇവിടെ ഇരിക്കുക എന്നും പറഞ്ഞുകൊണ്ടാണ് ശക്തി പോകുന്നത്. ശക്തി പോയതും വേദ വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, ശക്തി പറഞ്ഞ ആ ഒരു കാര്യത്തെക്കുറിച്ച് നീ ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്ത് കാര്യമെന്ന് വിക്രം ചോദിക്കുന്നുണ്ട്. അല്ല, അവനോടൊപ്പം UK നിന്നോട് ചെല്ലാൻ പറഞ്ഞില്ലേ, അവിടെ ഒരു ജോലി തരാമെന്നും പറഞ്ഞില്ലേ, നിനക്ക് അത് ചെയ്തുകൂടെ, അത് ആലോചിച്ചുകൂടെ എന്ന് ചോദിക്കുന്നു. ഇതേ സമയം വിക്രം നേരത്തെ പറഞ്ഞ മറുപടി തന്നെയാണ് പറയുന്നത്. ഇല്ല, എന്നെ വിശ്വസിച്ച് ഒരുപാട് പേര് ഇവിടെ ജീവിക്കുന്നുണ്ട്, അവരെ എന്നും വേദനിപ്പിച്ചുകൊണ്ട് എനിക്ക് എങ്ങോട്ടേക്കും പോവാൻ പറ്റത്തില്ലെന്ന് പറയുന്നു. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, നിനക്ക് ഈ അടി പിടി ഇതൊക്കെ തന്നെയല്ലേ നടക്കത്തുള്ളൂ, ഇത് വിട്ട് നിനക്ക് എങ്ങോട്ടും പോവാൻ പറ്റത്തില്ല അല്ലേ വിക്രം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, എനിക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കാനില്ല, പിന്നെ നീ ശക്തി വരുമ്പോൾ പറഞ്ഞാൽ മതി, ഞാൻ പോയി എന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം പെട്ടെന്ന് തന്നെ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നുണ്ട്. പോകുന്ന സമയത്ത് ഡോറിനടുത്ത് എത്തിയതും വിക്രം വേദയെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കുന്നുണ്ട്. വേദയാണെങ്കിൽ വിക്രമിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.